ഡയമണ്ട് മൈൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നത് ഗോൾഡ് മൈൻ കാണാൻ. അവിടെ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇത്രയും നമുക്ക് തറയെ കുനിഞ്ഞെടുക്കാൻ പാടില്ല എന്നൊന്നും പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. നേരെ ഗോൾഡ് മൈനിൽ പോയി. വളരെ വലിയ തിരക്കാണ് അവിടെ. അതിൽ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ നമ്മളെ അതിനകത്ത് നമ്മൾ നേരെ ഒരു ലിഫ്റ്റിലോട്ട് കയറ്റി. ആ ലിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് പേടിയാവും. തൊട്ടാ സെപ്റ്റിക് ആവുമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ലിഫ്റ്റാണ്. തുരുമ്പിച്ചൊക്കെ ഇരിക്കുക. അത് ചുമ്മാ ഈ സർവീസ് ലിഫ്റ്റ് പോലുള്ള ലിഫ്റ്റാണ്. അത് കയറിയിട്ട് അത് ഞങ്ങൾ ആ പോയ ആ ഗോൾഡ് മൈൻ എന്ന് പറയുന്നത് ഏതാണ്ട് 18 നിലയുള്ളതാണ്. അതിലെ 4 നിലയോളം ഏതാണ്ട് മുങ്ങിപ്പോയിട്ടുണ്ട്, ഏറ്റവും അടിയിലെ. അത് പിന്നെ ഇല്ല, അത് അങ്ങോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഈ 14 നിലയിലേക്ക് ലിഫ്റ്റ് പോവുള്ളൂ. അങ്ങനെ ഈ 14 നിലയിലേക്ക് ഇത് ഇറങ്ങണം. ഇറങ്ങുമ്പോൾ ഇതേപോലെ ഞങ്ങളെ ചട്ടിത്തൊപ്പിയൊക്കെ ധരിപ്പിച്ചു ഞങ്ങളെ കൊണ്ടുപോവാണ്. ഒരു പ്രത്യേക അവരുടെ ഉടുപ്പുമൊക്കെ തരും. അതുമൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് നിന്ന് നേരെ പോവുകയാണ്. സത്യത്തിൽ അതൊരു ഭയം വരും അത് കയറുമ്പോൾ. ആ ലിഫ്റ്റ് ഇങ്ങനെ പോവും. അത് ആടി വലയുന്ന ഒരു ലിഫ്റ്റ്. അതിങ്ങനെ പോയി അതിനകത്ത് ഒരു 7-8 പേരെ വീതമാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ്. ഒരു ഗൈഡ് ഉണ്ട് കൂടെ. ഞങ്ങൾക്കൊക്കെ തലയിൽ വെക്കാനുള്ള ടോർച്ച് തരും. നമ്മുടെ ഈ വേട്ടക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടോർച്ച് ഉണ്ടല്ലോ, അത് ഈ മൃഗങ്ങളെ കാണാൻ വലുത് ഉപയോഗിക്കുന്നത് പോലെ ഉള്ള ഒരു ടോർച്ച് തരും. കാരണം എന്താ, അതിനകത്തൊക്കെ ഇരുട്ടാണ്. നമ്മൾ കൂരിരുട്ടിലാണ് ചെന്ന് ഇറങ്ങുന്നത്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ഒരു ബൾബ് മങ്ങി കത്തുന്നുണ്ട്. അത്രേ കാണാനുള്ളൂ. ചെറിയ ഇടനാഴി പോലുള്ള വഴികൾ. ഇടനാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടിച്ച് ഒരാൾക്ക് അങ്ങോട്ടും ഒരാൾക്ക് ഇങ്ങോട്ടുമായിട്ട് 2 പേർക്ക് വീതം അത്ര വീതിയേ ഉള്ളൂ അതിന്. ഈ പാസേജാണ് ഈ ഒരു നിലയിലുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഇതുപോലുള്ള എന്നിട്ട് അതിൽ മുമ്പോട്ടങ്ങോട്ട് നടക്കുമ്പോൾ അതിൽ നിന്ന് അങ്ങനെ വേർതിരിഞ്ഞ് ഇങ്ങനെ ഇതുപോലുള്ള പാസേജ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ പോവുകയാണ് ഈ പാസേജുകൾ. ഈ പാസേജുകളൊക്കെ പോകുന്നിടത്ത് പ്രതീകാത്മകമായിട്ട് ചില പ്രതിമകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. പണ്ട് എങ്ങനെ ഇവരിത് എടുത്തുകൊണ്ടിരുന്നതെന്ന് കാണാൻ. ഇപ്പോൾ ഈ മൈൻ വർക്കിംഗ് അല്ല. ഈ മൈൻ അവർ സ്റ്റോപ്പ് ചെയ്ത് 1977 സ്വർണത്തിന് വല്ലാതെ വിലയിടിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ ഈ റോഡിൽ ടാർ ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ട്രോളി ഉണ്ടല്ലോ, ഈ വരച്ചുകൊണ്ട് നടക്കുന്നത് ചെറിയ പെട്ടി പോലുള്ള, അതിനകത്ത് ഈ പാറക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനകത്ത് ഒരു 2 കിലോ തൂക്കമൊക്കെ വരുന്ന സൈസ് പാറക്കല്ലുകൾ അത് നിറച്ചു വെക്കും. അപ്പോൾ അതങ്ങനെ നിറച്ചു വെച്ചുകൊണ്ട് ഒരുപാട് ട്രോളികൾ കാണാനുണ്ട്. ഈ പാറക്കല്ലുകൾ ഇവർ ഈ ഇടനാഴി പോലുള്ള സ്ഥലത്തൂടെ കയറും. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും ഇടനാഴികളുണ്ട് ഇങ്ങനെ പോന്നേ. അതങ്ങോട്ട് പോയിട്ട് ചെന്നിട്ട് ആ പാറ എല്ലാം മുഴുവൻ പാറകളാണ്. ഈ പാറ അവിടെ ഇരുന്ന് അടിച്ച് പൊട്ടിച്ച് അവർ കൊണ്ടുവന്നാണ് ഇതിനകത്ത് ഈ ട്രോളിക്കകത്ത് കൊണ്ടുവന്ന് വലിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ഒരു ട്രോളിയിൽ ഉള്ള പാറകൾ അത് ശുദ്ധീകരിച്ചെടുത്താൽ അതിലെ ഒരു 1/4 പവൻ സ്വർണ്ണം. ഇതാണ്, ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് മതി. അത് 1/4 പവൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം വിലയുണ്ടല്ലോ. പാറയ്ക്ക് എന്തോ വില വരാനെ. പക്ഷെ അതിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ പാറയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ പാറ ഈ മഞ്ഞ കളർ തിളങ്ങുന്നതാണ് പലയിടത്തും. അതാണ് ആ പാറയുടെ പ്രത്യേകത. അതിനകത്ത് ഈ മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോൾഡ്, അതാണ്. പക്ഷെ അത് നമ്മൾ പൊട്ടിച്ചതിൽ നിന്ന് ചാരം എടുത്ത് അത് ഗോൾഡൊന്നും കിട്ടത്തില്ല, ഒന്നും കാണാനില്ല. അത് പ്യൂരിഫൈ ചെയ്തെടുക്കണം. അത് വളരെ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് മുഴുവൻ പൊട്ടിച്ച് ക്രഷ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് ആദ്യം ഇത് ലിക്വിഡ് ഗോൾഡ് ആക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. ആ ലിക്വിഡ് ഗോൾഡാണ് പിന്നെ പിയർ ഗോൾഡായിട്ട് മാറ്റിയെടുക്കുന്നത്. അപ്പം ലിക്വിഡ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് അതൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞാൻ അവിടുന്ന് അത് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പവലിയനുണ്ട്, അത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് 1 ഗ്രാമിൻ്റെ ഒരു ചെറിയ കുപ്പിയിലുള്ളത് അതുകൊണ്ട് അത് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ആ ലിക്വിഡ് ഗോൾഡ് ഇപ്പോഴും ഉണ്ട്, അത് വാങ്ങിച്ചിട്ടുണ്ട്. അതിങ്ങനെ സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കിടക്കും വെള്ളത്തിൽ. ഗോൾഡാണത്, ലിക്വിഡ് ഗോൾഡാണ്. അപ്പോൾ അത് ചെറുതേ വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് ഒക്കും. അതുകൊണ്ട് ഞാൻ അതേ വാങ്ങിച്ചോളൂ. അതൊന്ന് കാണേണ്ടതാണ്. അന്നത്തെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. ഇപ്പോഴും ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാറ കേട്ടോ, ഇത് അവർ പറയുന്നത് ഈ മൈനിൽ അപകടം മൂലം ഒരു 2500 വർക്കേഴ്സ് മരിച്ചിട്ടുണ്ടെന്നാണ്. 2500 അല്ല, 25,000 ആയിരിക്കത്തില്ല. കാരണം ഈ വെള്ളം മുങ്ങിയെന്ന് പറയുന്നില്ലേ, അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ എന്നും ആലോചിച്ച് നോക്കിക്കോളൂ, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞങ്ങൾക്ക് തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ഈ 14 നിലയിൽ നിന്ന് പോട്ടെ, എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങ് വെളിയിൽ വന്നാൽ മതി എന്നായി. കാരണം നമുക്ക് ഒരു
ഒരു ക്ലോസ്ട്രോഫോബിയ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. അത്ര ഇടുങ്ങിയ വഴികളാണ്, ഇത് ഇങ്ങനെ കിടക്കുകയാണ്. പോയിട്ട് അവസാനം എങ്ങനെ വരും എന്നുള്ളത്. അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട് ഇപ്പോഴും കേട്ടോ, നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു മ്യൂസിയം പോലെ അവർ ഉപയോഗിക്കുകയാണ്. അതായത് അവരുടെ ആ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഒരു മ്യൂസിയം പോലെ എത്ര ലക്ഷം രൂപ ഡെയിലി കിട്ടുമെന്നറിയോ അവിടെ. അപ്പോൾ ഞങ്ങളെപ്പോലെ ഇതുപോലുള്ള എത്ര ബാച്ചാണ് ഇത് കാണാൻ പോകുന്നത്. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ലിഫ്റ്റ് അങ്ങ് പോകും. ഞങ്ങൾ കാണാൻ പോകുമ്പോഴത്തേക്ക് അടുത്ത അതിൻ്റെ കണ്ടു തീർന്നിട്ട് ഞങ്ങൾ കറങ്ങി വരും. കറങ്ങി വന്നിട്ട് മറ്റു നിലകളിലൊന്നും ഞാൻ പോയില്ല. ബാക്കി അവർ കൊണ്ടുപോകും വേണമെങ്കിൽ. ഞാൻ പോയില്ല. പക്ഷേ ഇതിലൊക്കെ അപ്പോഴത്തേക്ക് ഏതാണ്ടൊരു ഞങ്ങളിത് കണ്ടിട്ട് തീർന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്ക്, അതായത് ഇത് കണ്ടു തീരുമ്പോൾ ഇവർ കഷ്ടപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അവിടുന്ന് ഈ പാറ, ഇതേപോലുള്ള പാറ കഷ്ണങ്ങൾ പൊട്ടിച്ചു വെച്ച ട്രോളികൾ പലയിടത്തുനിന്ന് വച്ചിട്ടുണ്ട്. ഇതിനകത്ത് അവിടെ പോയി പൊട്ടിക്കുന്ന പാറ നമുക്ക് കണ്ടാൽ അറിയാം അത് ഈ സ്വർണ്ണം ഉണ്ടെന്ന്. കാരണം അതിന് മഞ്ഞ കുത്തുകൾ, അതായത് സ്വർണത്തിൻ്റെ കുത്തുകൾ നമുക്ക് അതിനകത്ത് കാണാം. ചെറിയ ഡോട്ട്സ് പോലാണ് ഉള്ളതെന്നുള്ളതേ ഉള്ളൂ, കാണാം. അപ്പോൾ ഇത് ഇത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ സാധനം ഈ ആളുകൾ വെയർ ചെയ്യാനായിട്ട്, ആഭരണങ്ങളായിട്ട് മാറ്റുന്നത്. ഒരു സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഡംബര വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കും. പക്ഷേ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളും കുറ്റകൃത്യങ്ങളും നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ സ്വർണം അവിടെ നമ്മൾ കാണുമ്പോൾ അവിടെ ഒരു നമുക്ക് അവിടെ കാണാനായിട്ട് ഒരു വലിയ ഇഷ്ടികയുടെ വലിപ്പത്തിലുള്ള ഒരു ഇഷ്ടികയുടെ ഉണ്ട്. നമ്മുടെ ഒരു വയർ കട്ട് ബ്രിക്കിൻ്റെ വലിപ്പത്തിലുള്ള ഒരു പേർ ഗോൾഡാണ് വെച്ചിട്ടുണ്ട്. ഈ ബ്രിക്ക് ഉണ്ടല്ലോ, ഈ ഗോൾഡ് ബ്രിക്ക്, അത് 2 വിരൽ ഉപയോഗിച്ച്, നമ്മുടെ തള്ളവിരലും ഈ ഇൻഡെക്സ് ഫിംഗറും ഉപയോഗിച്ച്, തമ്പും ഇൻഡെക്സ് ഫിംഗറും ഉപയോഗിച്ച് പൊക്കുന്നാക്കത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം എടുക്കുന്നത്. ഞാൻ ഉൾപ്പെടെ എനിക്ക് ഒരു കൈ കൊണ്ട് അത് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് ഒരു കൈ കൊണ്ട് പൊക്കി കേട്ടോ. ഒരു കൈ കൊണ്ട് സാറിനെ എടുക്കാൻ ഒക്കുന്നില്ല. പലർക്കും ഒരു കൈ കൊണ്ട് പോലും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനത് ഒരു കൈ കൊണ്ട് ഞാൻ എടുത്ത്. കാരണം ഞാനും ഒന്ന് പണിഞ്ഞു നോക്കി, നടക്കുമെങ്കിൽ അബദ്ധത്തിലെങ്ങാനും ഇത് അന്നേരം എനിക്കങ്ങ് ഫീൽ ചെയ്തങ്ങ് എടുക്കാൻ പറ്റിയാലേ കൊണ്ടുവരാമല്ലോ, അവർ തരും. ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 5 കിലോ എങ്കിലും കാണും ഈ ഗോൾഡ്, ആ ബ്രിക്ക് ഏറ്റവും കുറഞ്ഞത് ആ വിലയുണ്ട്. ഇത് ഒരുപാട് പേര് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 100ഓളം ആളുകൾ വന്ന് ട്രൈ ചെയ്ത് കേട്ടോ, ഇതൊന്ന് ഉയർത്താനായിട്ട്. പക്ഷെ അത് ആരും വിജയിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എടുത്ത് പൊക്കാൻ ഒരു കൈ കൊണ്ട് എടുക്കാൻ, യഥാർത്ഥത്തിൽ ഒരു കൈ കൊണ്ട് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ 2 വിരൽ വെച്ച് ഇത് പൊക്കുന്ന ആരുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു കേട്ടത്, ഒരു സ്ത്രീ ഒരിക്കൽ ഇത് 2 വിരൽ ഉപയോഗിച്ച് എടുത്തെന്നും അവർക്കിത് കൊടുത്തെന്നുമാണ് ഇതുപോലുള്ളവർക്ക്. സെയിം ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ സ്വർണത്തിൻ്റെ പുറകിലുള്ള ആ പ്രശ്നം നമ്മളിത് കാണുമല്ലോ. ഈ ഗോൾഡ് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഈ ആഭരണങ്ങളാക്കുമ്പോൾ എത്ര ആളുകളുടെ ജീവനാണ് അതിൽ പോകുന്നതെന്നറിയോ? നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം ഈ ഗോൾഡ് ഫാബ്രിക്കേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് സോഡിയം സയനൈഡോ പൊട്ടാസ്യം, അത് സോഡിയം സയനൈഡാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈക്വലാണ് പൊട്ടാസ്യം സയനൈഡും സോഡിയം സയനൈഡും ഒരുപോലുള്ള വിഷമാണ് ഇതുപോലുള്ള. അതായത് അത് നമ്മളൊന്ന് രുചിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റിനകത്ത് ഉറപ്പായിട്ട് മരിച്ചു പോകും. രക്ഷപ്പെടാത്ത ഒരു മാർഗമില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതകത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ ഉമിനീരിൽ അത് പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പം ഈ സൈനൈഡ് ഇത് വേണം, ഇതില്ലാതെ ഈ ഗോൾഡ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം ഈ സ്വർണ്ണം ഉരുക്കുമ്പോൾ ഈ ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളില്ലേ, അതിപ്പോൾ കൂടുതലും ബംഗാളികളാണ് കേട്ടോ. അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഞാൻ അവരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത്, അവരുടെ ആവറേജ് ലൈഫ് സ്പാൻ എത്രയാണെന്നറിയാം? 36 വയസ്സാണ്. 36. അതായത് നമുക്ക് 80 വയസ്സ് ആവറേജ് ലൈഫ് സ്പാൻ ഉള്ളപ്പോൾ അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 36 വയസ്സാണ്, വർഷമാണ്. അതായത് വളരെ കൊച്ചുനാളിലേ അവർ മരിക്കുകയാണ്. മരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഈ സൈനൈഡ് ഫ്യൂംസ് അവർക്ക് ശ്വസിക്കേണ്ടതായിട്ട് വരും. ഇതില്ലാതെ ഗോൾഡ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഈ തട്ടാന്മാർ ഇവരൊന്നും അല്ല ഇത്. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത്, അന്നുള്ള തട്ടാന്മാരെന്ന് പറഞ്ഞാൽ ഉമിക്കകത്ത് ഇതിട്ട് അവർ ചിരട്ടക്കരിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് വെച്ച് ഇത് ഉരുക്കി ഒക്കെ ഇടും. ഇന്നങ്ങനെ അല്ലല്ലോ. ഇത് മോഡേൺ മെത്തേഡിൽ ഇത് ഗോൾഡ് ഫാബ്രിക്കേറ്റ് ചെയ്ത് ആഭരണമാക്കുമ്പോൾ
അതിൻ്റെ തിളക്കം കിട്ടാൻ, ആ ഗോൾഡിന് കിട്ടാൻ ഇത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. സയനൈഡ് വേണം. ആ സയനൈഡ് ഫ്യൂംസ് ശ്വസിച്ചിട്ട് ഒരുപാട് പേര് മരിക്കുകയാണ്. അതാണ് വളരെ ചെറുപ്രായത്തിൽ മരിച്ചു. അപ്പോൾ ഈ ആഭരണം നിങ്ങൾ ധാരാളം ഇഷ്ടപ്പെടുന്ന സ്ത്രീജനങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം. അതായത് ഇതിൻ്റെ പുറകിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്, എത്ര പേരുടെ ജീവൻ എടുത്തിട്ടാണ് നമ്മൾ ഈ കഴുത്തിൽ ഇത് ഇടുന്നതെന്നും കാതിൽ ഇത് കെട്ടിത്തൂക്കുന്നതെന്നും എല്ലാവരും ഒന്ന് ചിന്തിക്കും. അപ്പോൾ ഈ സാധനം ഞാൻ പറഞ്ഞത് ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളെ അവർ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, അവിടെ നമുക്ക് കാണാം. അപ്പോൾ അവരാദ്യം ഈ ഗോൾഡ് മെൽറ്റ് ചെയ്യാണ് മുഴുവനായിട്ട്. മെൽറ്റ് ചെയ്യുന്ന ഫർണസ് എന്ന് പറയുന്നത് നമുക്ക് ദൂരെ നിന്ന് കണ്ടപ്പോഴും നമുക്ക് പേടിയാവും. അതിനകത്ത് നല്ല ഒരു ബ്രിക്ക് റെഡിന്റെ ഫ്ലെയിമാണ് വരുന്നത്, കാണുന്നത് മുഴുവൻ തീ കാണുന്നത് ഒരു ബ്രിക്ക് റെഡാണ്. ഒരു പ്രത്യേക നമുക്ക് ഈ അന്തിമാനം ഉണ്ടല്ലോ ആകാശത്ത് ചിലപ്പോൾ ആ കളർ കാണാൻ കിട്ടും. വളരെ സ്റ്റൈലൻ കളറാണ് കേട്ടോ. അത് അത്ര നല്ല ഒരു നിറമാണ്. ഇത് മെൽറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ഒരു പാത്തിയിലൂടെ ഇങ്ങനെ ഒലിച്ചു വരികയാണ്. വന്നിട്ട് നേരെ ഒരു അച്ചിലോട്ട് വന്ന് വീഴും. എന്നിട്ട് ഈ അച്ചില ഇത് എടുത്തിട്ട് ഇത് പിടിച്ച് നേരെ വെള്ളത്തിലോട്ട് മുക്കുകയാണ് പിന്നെ ഇത് ചെയ്യുന്നത്. ഇത് വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് തണുക്കും കേട്ടോ, പെട്ടെന്ന് തണുക്കും അത്. അതിനുശേഷം അതിങ്ങനെ മാറ്റി വെക്കുക. ഇതുപോലെ ഒരുപാട് അനേകം, അതായത് ഏതാണ്ടൊരു 100 കിലോ ഗോൾഡ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിന്നു കേട്ടോ. അതൊക്കെ വലിയൊരു കാഴ്ചയാണ്. ഞങ്ങളുടെ ജോർജ് ടൗണിൽ നിന്ന് ഈ ജോഹന്നാസ്ബർഗിലേക്ക് അവിടെ വിമാനയാത്രയിൽ വിമാനം അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് നേരിട്ടു. എൻ്റെ ആ ബുദ്ധിമുട്ട് കൂടെ ഒന്ന് പറയണത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എൻ്റെ ഈ മരുന്നുകൾ, അതായത് എനിക്ക് BP-ക്കൊക്കെ മരുന്ന് കഴിക്കണം, ഒരുപാട് മരുന്ന് കഴിക്കാനുണ്ട്. ഈ മരുന്നുകളെല്ലാം എടുത്തു വെച്ചിരുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ലഗേജിലാണ്. അങ്ങനെ ചെയ്തൊരിക്കലും നമ്മൾ ഹാൻഡ് ബാഗേജിൽ എപ്പോഴും കൊണ്ടു നടക്കണം. നമ്മുടെ മരുന്ന്, അവശ്യ മരുന്നെന്ന് പറയുന്നത് ഹാൻഡ് ബാഗേജിലായിരിക്കണം. ഈ മരുന്ന് പെട്ടിയിൽ വെച്ചു. ഞങ്ങളൊക്കെ പോയി. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് എല്ലാ ലഗേജും വന്നു പോയി. ഞങ്ങളുടെ ബാഗ് വന്നിട്ടില്ല. രണ്ടോ മൂന്നോ പെട്ടിയുണ്ട്, വന്നിട്ടില്ല. അവസാനം ഇത് അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്തു. ആ എയർലൈനിൽ അവരുടെ ഓഫീസ് അവിടെ തന്നെ ഉണ്ട്, കൗണ്ടർ. ഉടനെ അവർ ഇത് പെട്ടിയുടെ ഇതൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു അത് ചിലപ്പോൾ ഇത് അവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് കാണത്തില്ല, അപ്പം നാളെ വരും എന്ന് പറഞ്ഞു. അതായത് പെട്ടി കയറി കാണത്തില്ല. വിഷമിച്ചു. എന്ത് ചെയ്യാനൊക്കെ മരുന്ന് കഴിക്കാനില്ല. അവിടെ സൗത്ത് ആഫ്രിക്കയിൽ എനിക്ക് കഴിക്കാനുള്ള മരുന്ന് കിട്ടും ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ അവിടെ പോയി എടുക്കുന്നതിനെ കുറിച്ച് ഒരാലോചിച്ചു. അങ്ങനെ ആലോചിച്ച് ചുമ്മാ ഇങ്ങനെ ഞങ്ങൾ വളരെ വിഷണരായിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ വന്ന ഫ്ലൈറ്റിൻ്റെ അല്ലാതെ വേറെ ഒരു കൺവെയർ ബെൽറ്റ് ഒരു 5-8 എണ്ണം ഉണ്ട്. അതിനകത്ത് അങ്ങേ അറ്റത്ത് നോക്കിയപ്പോൾ എൻ്റെ പെട്ടി പോലെ ഒരു പെട്ടി പോകും അതിനകത്ത്. അത് ഞങ്ങൾ വന്ന ഫ്ലൈറ്റിൻ്റെ അല്ല. അവസാനം ചെന്നപ്പോൾ എന്താ, ഞങ്ങളുടെ പെട്ടികളാണ് അതിനകത്ത്. ഭാഗ്യത്തിന് പെട്ടികൾ കിട്ടി കേട്ടോ. സംഭവം എന്തോ തരിക, അത് അല്ല, ഇത് ഈ ഫ്ലൈറ്റ് വന്നില്ല, പക്ഷേ വേറെ ഫ്ലൈറ്റിനകത്ത് അവർ കയറ്റി വിട്ടു. അപ്പോഴത്തേക്ക് ആ ഫ്ലൈറ്റ് വന്നു, അതിൽ ഇത് വന്നതാണ്. ഞങ്ങൾ ഏതാണ്ട് 1 മണിക്കൂർ അവിടെ ചെലവഴിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പെട്ടി തിരിച്ചു കിട്ടിയത്. ഇല്ലെങ്കിൽ ബന്ധപ്പാടായിപ്പോയനെ, വളരെ വിഷമിച്ചാൽ. അതുകൊണ്ട് ഈ അവശ്യ മരുന്നുകൾ ഒരിക്കലും നമുക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട മരുന്നുകൾ ഒരു കാരണവശാലും നമ്മുടെ ലഗേജുകൾ കീപ്പ് ചെയ്യരുത്. ഹാൻഡ് ബാഗേജിൽ തന്നെ കിട്ടണം. കാരണം ലഗേജ് വരും എന്നൊരു ഉറപ്പും നമുക്കില്ല ഒരിക്കലും. അത് കിട്ടിയില്ലെങ്കിൽ അതിന് പരാതി കൊടുക്കാന്നുള്ളത്. അതവർ വീട്ടിൽ കൊണ്ടുതരും ചിലപ്പോൾ. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമുക്ക് സമയത്ത് ആവശ്യമുള്ള മരുന്ന് കിട്ടത്തില്ല. പിന്നെ ഇത് ഞങ്ങൾ ഈ ജോഹന്നാസ്ബർഗിൽ നിന്ന് അവസാനം ജോഹന്നാസ്ബർഗിൽ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വാതുവെപ്പിൻ്റെ സ്ഥലമാണ്. അവിടെ മുഴുവൻ ഗാംബ്ലിങ് ഇങ്ങനെ നടക്കുകയാണ്. ആ ഗാംബ്ലിങ് സ്ത്രീകളാണ് കൂടുതലും ആ ഗാംബ്ലിങ്ങിൻ്റെ ഹാളിൽ ഉള്ളത്. അവരെ അവിടെ ചുരുട്ട് പോയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഗാംബ്ലിങ് നടത്തുകൊണ്ട് വളരെ ഏതാണ്ട് വലിയ അത്യാവശ്യമുള്ള ജോലി ചെയ്യുന്നവരെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മെഷീനറി പലതുണ്ട്. ഇങ്ങനെ നമ്പരൊക്കെ അടിച്ചു വരുന്ന മെഷീനറി ഉണ്ട്. വളരെ വലിയ ഗാംബ്ലിംഗ് ആണ് നടക്കുന്നത്. അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ്, അവിടെ ഡോളേഴ്സാണ് ഈ ഗാംബ്ലിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇത് നോക്കുമ്പോൾ അവർക്ക് അവരുടെ മേശപ്പുറത്ത് അവരിയ്ക്കുന്നിടത്ത് അവർക്ക് മദ്യമുണ്ട് യഥേഷ്ടം. അതേപോലെ തന്നെ
സമയാസമയങ്ങളിൽ ഫുഡ് ആഹാരം ഇങ്ങനെ കൊണ്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നോൺ വെജ് ആയിട്ടാണ് കൂടുതലും ഉള്ളത്. അത് അവർ ഇങ്ങനെ ഇത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കണ്ടു. ഒരു നല്ല അനുഭവമായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. അതുപോലുള്ള ഒരു നല്ല രാജ്യം സന്ദർശിക്കാൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ടായി. ഞങ്ങൾ സൗത്ത് ആഫ്രിക്കൻ സന്ദർശനം മതിയാക്കിയിട്ട് ജോഹന്നാസ്ബർഗിൽ നിന്നാണ് നേരെ ദുബായിലേക്ക് എമിറേറ്റ്സിൽ തിരിച്ചത്.